ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പിന് കർണാടകയ്ക്ക് പോവാണ്. നമ്മുടെ ടാറ്റ സഫാരിയിലെ ആദ്യത്തെ യാത്ര. എല്ലാവർക്കും യാത്ര ചെയ്യണമെന്നൊരു പതിയായ ആഗ്രഹം അല്ലേ? ഒരു പുതിയ എല്ലാവർക്കും കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത പരിപാടി അപ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങി. നമ്മൾ അങ്ങനെ നമ്മുടെ പുതിയ വണ്ടിയിൽ നമ്മൾ അങ്ങനെ അടുത്ത യാത്ര പോവാണ്. രാവിലെ ഇപ്പൊ സമയം ഒരു 7:45. നമ്മളെ വിചാരിച്ച 6 മണിക്ക് ഇറങ്ങണമെന്നാ. 6 മണിക്ക് ഇറങ്ങണമെന്നാ. നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് SUV ഉള്ളാറ് നമ്മൾ പേടിക്കണ്ട. നമ്മൾ പെട്ടെന്ന് ഗൈസ് നോക്കൂ, നമ്മൾ 6 മണിക്ക് ഇറങ്ങുന്ന പ്ലാൻ ചെയ്തത്. ഇപ്പൊ സമയം 7:40. ഗൈസ് നോക്കൂ, അപ്പനുണ്ട്, ലിബിനുണ്ട്, അമ്മയുണ്ട്, മൈക്കിള് വാ വാ വാ. എടാ കോഴീനെ ഡിക്റ്റേറ്റ് ചെയ്യോട്ടോ. ഗൈസ് നോക്കൂ, ഇത്രയും നേരം ഭയങ്കര സന്തോഷമായിരുന്നു. അഭിരാമിയുണ്ട്. അപ്പം നമ്മൾ നേരെ നമ്മുടെ വണ്ടി പോവാണ്. അപ്പൻ റാംബോയുടെ കാണാതെ ഇതിലെ വേണം വരാൻ വേണ്ടി. രാവിലെ തന്നെ നല്ല മഴക്കാർന്ന് വെച്ചാൽ നല്ല 1.5 മഴക്കാറാണ്. അയ്യോ പാവം. ഗൈസ് രാവിലെ തന്നെ നല്ല മഴക്കാറാണ്. ഞാൻ വണ്ടിയിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് ഒരു സേഫ്റ്റിക്ക് എന്ന രീതിയിൽ ജമ്പർ എടുത്തു, പിന്നെ മൈക്ക്, പിന്നെ അതേപോലെയുള്ള സാധനങ്ങൾ, ട്രൈപോഡ്, അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഞാൻ എങ്ങോട്ടാ വണ്ടിയുടെ ബേക്കടിക്ക്. ഗൈസ് നോക്കൂ, പിന്നെ ആപ്പിൾ എടുത്തു, പേരക്ക എടുത്തു, പിന്നെ എന്നിട്ട് കേക്ക് എടുത്തു, എല്ലാം എടുത്തു. ഞാൻ വണ്ടിയുടെ ഡോർ അടഞ്ഞിട്ടില്ല കേട്ടോ. മൈക്കിളിനെ എടുക്കും. മൈക്കിൾ അലമ്പ് തുടങ്ങി കേട്ടോ വണ്ടി കയറ്റിൽ നിർത്ത്. രാവിലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ഇന്നലെ ഞാൻ 2000 രൂപയ്ക്ക് എണ്ണ അടിച്ചത്. 2000 രൂപയുടെ എണ്ണ അടിച്ചാൽ ഹാഫ് ടാങ്ക് കേട്ടോ. പിന്നെ ടാറ്റയുടെ ആ ഡിസ്പ്ലേ ഒക്കെ സ്റ്റാർട്ടായി, എല്ലാം ഓണായി ലെവലായി. ഫോണുകളൊക്കെ എടുത്തു വെച്ചു. ഇതാണ് എൻ്റെ ചാർജ് ചെയ്യുന്ന സോക്കറ്റ്. ഇത് വേണം എല്ലാം ചാർജും സംവിധാനമൊക്കെ ചെയ്യാൻ വേണ്ടിട്ടോ. എന്നാടാ വാടാ മൈക്കിളെ, മേലോട്ട് വാ. ഗൈസ് വണ്ടി അത് സ്റ്റാർട്ട് ചെയ്തിട്ടോ. എന്ത് ചാടിക്കേറി വരും കേട്ടോ അതിൻ്റെ അകത്തൂടെ. രാവിലെ എനിക്ക് താക്കോലെടുത്ത് വാ ഇതേ തുള്ളിച്ചാടിക്കേറി വരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടോ കേട്ടോ. പാവം മമ്മിക്ക് ഊരറിയത്തില്ല. അപ്പനെപ്പോ കറക്റ്റ് നടുക്ക് സീറ്റ് വേണം. അമ്മയ്ക്ക് നടുക്കൂല്ലേടി ബെൽറ്റ്? ബെൽറ്റ് ഇടണം മമ്മി. ലിബി ഇട്ടോ ബെൽറ്റ്? നീ ഇട്ടില്ല ബെൽറ്റ്? ബെൽറ്റ് എല്ലാരും ബെൽറ്റ് ഇടാം. എല്ലാരും സീറ്റ് ബെൽറ്റ് ഇടാം. ഒരെണ്ണം കിട്ടിയോടുകൂടി എല്ലാരും ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കറക്റ്റ് കൊള്ളും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഈ ക്ലോക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് എങ്ങനെ എന്റെ സെറ്റിംഗ്സ് ആകെ ഇവിടെ സ്വിച്ച് മാത്രമേ. ഞാൻ ലോട്ടറി എടുത്തായിരുന്നു 4 എണ്ണം. ഇതായിരിക്കുന്നു. അത് നോക്കണം. അത് നോക്കിട്ടുണ്ടോ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ട്. വണ്ടിയുടെ ഒരു കാര്യമുണ്ട് ഇവരെ. ഇതാണ് എയർ ബാഗ്. ഇതിങ്ങനെ കുലിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊന്നും എയർ ബാഗ് ഇല്ലാത്തതാണ്. ഇതേ ഇവിടെ ഒരു എയർ ബാഗ്, ഇവിടെ ഒരു എയർ ബാഗ്. എപ്പോഴും ശ്രദ്ധിക്കണം എയർ ബാഗ് ഉള്ളതുകൊണ്ട് കേട്ടോ. കാരണം ഒരു ചെറിയ ഒരു ഇത് മതി അത് ഇങ്ങനെ ഇതാവാൻ. എയർ ബാഗ് ഉള്ള വണ്ടീനകത്ത് ഒരു കാരണവശാലും അവിടെ കാല് വെച്ചാക്കരുത്. എന്തെങ്കിലും ഒരു ഇത് മിസ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ കാല് വട്ടം ഒടിഞ്ഞു പോകും. സത്യമായ കാര്യം കേട്ടോ. കാല് അതൊക്കെ നിർത്തി അല്ലേ. അമ്മ വണ്ടി മേടിച്ച അന്ന് തന്നെ ഒരു കൊന്തയും സംഭവങ്ങളൊക്കെ തന്നു. അത് ഞാൻ വണ്ടിയിലിട്ടു കേട്ടോ. ആണോ? എന്നെ പ്രശ്നം ഇവിടെ വെറുതെ അലമ്പുണ്ടാക്കുന്ന. ഇത്ര നേരം കയറാനായിരുന്നില്ല വണ്ടിയില്. ഇപ്പൊ കയറി കഴിഞ്ഞപ്പോഴാണ് നിനക്ക് പ്രശ്നം. റാംബോനെ പേടിച്ച് അപ്പം വരുന്നത് പിൻവാതിലൂടെ. അപ്പൻ പിൻവാതിലാണോ? നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ റോഡിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം കറക്റ്റ് പറയാൻ ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. നമുക്ക് പോകുന്ന ഡെസ്റ്റിനേഷൻ എത്ര കിലോമീറ്റർ ഉണ്ട്? ഏതാണ്ട് 150 കിലോമീറ്റർ അടുത്തുണ്ട്. ഏതാണ്ട് 2.5 മണിക്കൂറാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. പിന്നെ വേറൊരു കേസ് കൂടി ഞാൻ പറയാൻ മറന്നായി. പണ്ടുണ്ടല്ലോ ഈ റോഡൊന്നും ഇത്ര വലിപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരൊറ്റ പാതയുടെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 8-9-10 വർഷം മാക്സിമം. അത് കാര്യം കേട്ടോ. ഈ റോഡിന്റെ ഒറ്റ വഴി ആദ്യം ഉണ്ടായിരുന്നു. പണ്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇഷ്ടം പോലെ അണ്ണം വണ്ടി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അപ്പുറത്തൂടെ, അതായത് നമ്മൾ ഈ പോകുന്ന ഫോറസ്റ്റിലൂടെ ഇപ്പൊ വലിയ വണ്ടികളെ ഇറക്കി വിടാത്തതിനാൽ വാഹനങ്ങൾ വളരെ കുറവാണ്. ഗൈസ് നോക്കൂ. പിന്നെ ഗൈസ് നോക്കൂ, അപ്പം പറഞ്ഞ പള്ളിയുടെ അവിടെ നിർത്തണമെന്നാണ് നേർച്ച. എവിടെ? നമ്മുടെ വീടിന്റെ അവിടെ എത്തി കേട്ടോ. ഏതാണ്ട് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെയാണ് നമ്മുടെ വീട്. ഈ കർണാടകക്കാർക്ക് എല്ലാവർക്കും ഓമിനി ഉണ്ടോ ലിബിനെ? ഇത് കണ്ടോ, കൊടകന്മാർക്ക് ഓമിനി ഉണ്ടാവും കേട്ടോ. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെത്തി. അപ്പൻ നേർച്ചയിടാൻ വേണ്ടി പോയി. എപ്പോഴും നമ്മൾ യാത്ര വന്നിട്ട് ഈ പ്രാവശ്യം അമേരിക്കയ്ക്ക് വണ്ടി കൊണ്ടപ്പോൾ ഇവിടുന്നാട്ടോ നമ്മൾ നേർച്ചിട്ട് പ്രാർത്ഥിച്ചു പോയത്. കറക്റ്റ് ഞാനിവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് കുളുക്കി.
ഇത് കണ്ടോ ഇവിടുന്ന് തൊട്ടടുത്ത് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇത് റോഡ് ഇപ്പം എന്താ പറയാ ഇതിനോടടുത്തായിരുന്നു. ഇതാ പണ്ടത്തെ റോഡ്. സോറി ഗൈസ്, ഇതായിരുന്നു പണ്ടത്തെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. തൊട്ടപ്പുറത്തെ ഹൈവേ, ഇതാണ് പണ്ടത്തെ റോഡ് കേട്ടോ. ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുന്നത്, അതായത് നമ്മുടെ പഴയ വീട്ടിലേക്ക്. ഇതിന്റെ അകത്തൂടെ റെയിൽവേ ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം എല്ലാം എടുത്ത് കളഞ്ഞു. ഞാൻ 12ാം ക്ലാസ് വരെ പഠിക്കുന്നതോടം വരെ അവിടെ റെയിൽവേ ഉണ്ടായിരുന്നു. അതായത് കർണാടകത്തിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാർ തടി കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച റെയിൽവേ. അതിപ്പോ ഇല്ല. കമാൻ ഗൈസ്, ലെറ്റ്സ് ഗോ. എപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ അങ്ങനെ കർണാടക ബോർഡർ കടക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അങ്ങനെ ഏതാനും മണിക്കൂർ ഇനിയും കാടിന്റെ അകത്തൂടെ. ഇതുണ്ട്, ഇതാണ് കേരള കർണാടക ബോർഡർ കേട്ടോ. അതായത് ഈ ഒരു പാലം ഞാൻ എന്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണ്. ഇത് നോക്കിയേ, ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് സ്ഥലങ്ങൾ വളരെ മോശമാണ്. നോക്കിയേ, പുഴ കുത്തി ഒലിക്കുക കേട്ടോ. ഇത് രണ്ടും വരുന്ന കർണാടക കൂട്ടുപുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പുഴ തമ്മിൽ കൂടുന്ന ഗൈസ് നോക്കൂ. ഇനിയിപ്പോ ഇങ്ങോട്ട് കുറച്ച് കട്ടറുണ്ട്. അതിനുശേഷം അവിടെ ഒരു 50 രൂപ, കാലത്തിൽ 50 രൂപ ഉണ്ട് അഭിരാമി, അല്ല 20 രൂപ, ഒരു 20 രൂപ കൊടുക്കണം. പിന്നെ വേറെ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇറക്കി വിട്ടു കേട്ടോ, ഇവിടെ ഇറക്കി വിട്ടു. നീ പോക്കോ. അല്ല പിന്നെ ഗൈസ് ലിവിനെ ഗൈസ് അഭിരാമിനെ ഇറക്കി ബാക്കോട്ട് വിട്ടു. ലിവിനെ നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അന്നേരം കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടത്തുള്ളൂ. ഗൈസ് ഈ കാണുന്ന വണ്ടിയാണല്ലോ, ഇത് കല്ലംകൊണ്ട് പേട്ടയ്ക്ക് പോകുന്നുണ്ട്. ഇത് ലാസ്റ്റ് കടയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അല്ല ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാനും മേടിച്ചിട്ട് ഇനിയിപ്പോ ഒരു 10-12 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി ഒരു കട ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് ഇനിയും നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പം ഛർദ്ദിക്കാൻ വരുന്നത്. അപ്പൊ 2 മുട്ടായി മേടിക്കാൻ വേണ്ടി പോയത്. അതിന്റെ കൂടെ ഞാൻ 2 മുട്ടായും കൂടെ പറഞ്ഞപ്പോ 4 മുട്ടായി വരും. ഇപ്പൊ 4 പേർക്ക് കൊണ്ട് എടുക്കാം. ഫൈനലി നമ്മൾ അങ്ങനെ ഫോറസ്റ്റ് കയറി. ഈ ഒരു വഴിയുടെ ഒരു മെയിൻ പ്രത്യേകത രാത്രി കാലത്തും അടയ്ക്കുകയില്ല എന്നുള്ളത് ഒരു മെയിൻ പ്രത്യേകത. ശരി കേട്ടോ, ചില കർണാടക കേരളത്തിൽ നിന്ന് പോകുന്ന റോഡുകൾ അടയ്ക്കുന്നുണ്ട്. ഈ റോഡ് അടയ്ക്കുകയില്ല. പിന്നെ ഈ റോഡ് എത്ര വർഷമായി പണിതിട്ട് ഇതിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള കട്ടറും സംഭവങ്ങളൊക്കെ. ബാക്കിയൊക്കെ റോഡ് അടിപൊളിയാണ്. ഇതൊക്കെ കോൺക്രീറ്റ് ആണ്. ഇതിപ്പോ നമ്മൾ ഹെയർ പിന്നാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അത്ര വലിയ ഹെയർ പിന്നൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഹെയർ പിന്നുള്ളൂ കേട്ടോ. പമ്മി ഹരിയാന ട്രക്ക് പമ്മി. പണ്ട് ഇതേപോലത്തെ കൂറ്റൻ സാധനങ്ങൾ വരുമായിരുന്നു. ഇപ്പം 6 വീലിന് മേളിലേക്ക് പെർമിറ്റ് നിന്നു. അങ്ങോട്ട് നോക്കിയാൽ വണ്ടി നിന്നു കേട്ടോ. എപ്പോഴും നമ്മള് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാണുന്ന വലിയ വലിയ വാഹനങ്ങൾ പോകാൻ നിക്കുന്നല്ലേ, അത് വലിയ മുട്ടുമ്പോ ഫസ്റ്റ് ഇട്ടിട്ട് കയറ്റുന്നത് വണ്ടിക്ക് ആയിരിക്കും അല്ലേ, ലോഡ് കാലിയല്ലേ. അതായതുണ്ടല്ലോ നമ്മുടെ ഈ വണ്ടിക്ക് തേർഡ് പാർട്ടിയും കിട്ടുമായിരുന്നു, ഫുൾ കവറും കിട്ടുമായിരുന്നു. തേർഡ് പാർട്ടിക്ക് 9000 രൂപ, അതുപോലെ ഫുൾ കവറിന് 14, 15, 16. അതിൽ ഞങ്ങൾ 14,900. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ഇതിന് IDB വാല്യൂ കൂട്ടിയിട്ട് ഞങ്ങൾ ഇൻഷുറൻസ് കൂട്ടി അടച്ച് ഇതിന് പറ്റാന്നൊക്കെ ചെയ്താണ് ഈ വണ്ടി എടുത്തത്. അതായത് ഞങ്ങൾ തേർഡ് പാർട്ടിയുടെ പരിപാടി അങ്ങ് നിർത്തി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ എന്തെങ്കിലും പറ്റിയാൽ പോലും തേർഡ് പാർട്ടിക്ക് ഒരു സാധനം കിട്ടൂല. മറ്റേ വണ്ടി കെട്ടിയിട്ട് 5 പൈസ ഗൈസ് നോക്കും. അപ്പൊ അതുകൊണ്ട് അത് നിർത്തി. എല്ലാ വണ്ടിയുടെ ഇൻഷുറൻസ് ഞങ്ങൾ മാറ്റുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പാണ്. ഇതാണ് 2GIS, അത് കസാക്കിസ്ഥാൻ, റഷ്യയിൽ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് വെയ്സിന് കുറെ പ്രത്യേകതകളുണ്ട്. വെയ്സിന്റെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഭയങ്കര ആക്യുറസി ആയിരിക്കും. ഇത് ഐഫോണിൽ കിട്ടും കേട്ടോ, ഇന്ത്യയിൽ ഐഫോണിൽ കിട്ടും. ഇതാണ് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ. കൊടും കാറ്റും കൊടുമഴ. അങ്ങോട്ട് നോക്കി. ഇന്നലെ രാത്രിയിൽ നമ്മുടെ വീടിന്റെ അവിടെ എന്നാ കാറ്റായി. അങ്ങോട്ട് നോക്കിയാ തെങ്ങിന്റെ ഇതൊക്കെ നോക്കിയേ. എന്റെ അമ്മ മടലൊക്കെ കിടന്ന് ആടുന്ന് നോക്കിയേ. റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വളരെ മോശം. ഇങ്ങനത്തെ റോഡ് ഇതൊക്കെ തല്ലി പൊളിഞ്ഞു പോടാ. നമ്മൾ വരുന്നത് ഇത്ര മോശമൊന്നും അല്ലായിരുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം ഇതിലെ പോയതല്ല, എന്നിട്ട് ഇത്ര മോശമല്ലായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ ദിവസമല്ല, നമ്മളിപ്പം പോയി വന്നിട്ട് ഒരു 1.5-2 മാസമായി. അല്ല, ഞാൻ 2 മാസമായില്ല നമ്മൾ വന്നിട്ട്. ഞാൻ ഉദ്ദേശിച്ചല്ല, ഞാൻ വീരാജിപ്പേട്ട നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്, പക്ഷെ റോഡ് മാറിപ്പോയി. ഇതാണ് വെയ്സ് കേട്ടോ. ഗൂഗിൾ മാപ്പിനേക്കാളും നല്ല കേട്ടോ. വെയ്സ് ചതിക്കൂല. നമുക്ക് ഇതിലായിട്ട് മലേഷ്യ പോയപ്പോ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയത്. അതെ, പിന്നെ മറ്റേ സാധനം റഷ്യയിൽ ഉപയോഗിക്കുന്നത്, അത് അത്ര ആക്യുറസി ഇല്ല. ആൻഡ്രോയിഡില് ഗൂഗിൾ മാപ്പേ കിട്ടുള്ളൂ, അതിലും നേരായ വഴിയിലേ കാണിക്കുന്നത്. ആണോ? പക്ഷെ അഭിരാമി ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് റോഡായി തോട്ടിലോ പറമ്പിലൊക്കെ എടുക്കും. നമ്മൾ അങ്ങനെ വീണ്ടും അടുത്ത ഫോറസ്റ്റിലെത്തി. ഒരു ഫോറസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ഫോറസ്റ്റ് അല്ലേ. ഫോറസ്റ്റ് രാത്രി പറഞ്ഞേ ഇഷ്ടംപോലെ മൃഗം, ഇഷ്ടംപോലെ മൃഗങ്ങൾ ഈ റോഡ് സൈഡിൽ കാണും. ഇഷ്ടംപോലെ ആന, മാന്, അതുപോലുള്ള
ഇഷ്ടംപോലെ മൃഗങ്ങൾ കാണാം. പിന്നെ ഇവിടെ സ്പീഡിൽ പോകാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങേ തല വരെ എന്തുണ്ട്, ഹമ്പുണ്ട്. അതൊരു പാടാ കേട്ടോ, ചവിട്ടി ചവിട്ടി. ഇതുണ്ടോ വൈൽഡ് ലൈഫ്, മാന അതുപോലെ തന്നെ ആന ഇഷ്ടം പോലെ കാണാം. ആന 100% രാത്രി ഉണ്ടെന്നുള്ള. മാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മാനെ കാണുമെന്ന്. എത്ര മാന നോക്കിക്കേ, എത്ര മാന. ആ കൊമ്പുള്ളുണ്ട്. ഇത് പെണ്ണാന്ന് തോന്നുന്നു. അപ്പൊ എന്റെ താണും ഉണ്ട് കേട്ടോ. ഇത് നോക്കുന്നു നോക്കി അവിടുന്ന് നോട്ടം നോക്കിയേ. ഗൈസ് ഇതാണ് മറ്റൊരു സ്ഥലം. അതായത് അപ്പുറത്തും നമ്മൾ പൈസ കൊടുത്തില്ലേ, അത് ചിലപ്പോ ഇവിടെ ചോദിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നേരത്തും ഇവിടെയാണ് നമ്മൾ പൈസ കൊടുക്കണം. നമുക്ക് നേരെ കേട്ടോ പോകണ്ടേ. ആണോ? ആ ഗൈസ് നോക്കൂ, ഈ റൂട്ടിൽ കൂടെ ആണ് നല്ല കിടില മഴ കേട്ടോ. മഴക്കാലത്ത് ഇവിടെ നല്ല രസമായില്ലേ. വൈകിട്ടല്ല രാവിലെ വരികയാണ്, നല്ല മഞ്ഞായിരിക്കും അല്ലേ. നമ്മള് പോകുന്നതിന്റെ അപ്പുറം ഇപ്പുറം ഫുള്ള് പുകയില പാടങ്ങളാട്ടോ. അതായത് പുകയിലയുടെ തണ്ട്, അതായത് ഈ സാധനമാണ് പുകയില, അതായത് ടൊബാക്കോ ലീപ്സ് ആട്ടോ സാധനം. അതായത് ഈ കാണുന്ന സാധനം പഴുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറിക്കും, എന്നിട്ട് അത് പിന്നെ കെട്ടിത്തൂക്കും. ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ കൊറേ പ്രാവശ്യം ഇതിലെ പോവാൻ നേരത്ത് ഈ കാണുന്ന എണ്ണ കൊറേ പ്രാവശ്യം വാങ്ങിക്കണം. എന്തോരം കടയാ. അയാളുടെ മുടി നോക്കിയേ, എടാ പുള്ളിയുടെ മുടി നോക്കിയോടാ. ഗൈസ് നോക്കി, ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ഒരു 4 വർഷം മുമ്പേ പോവാൻ നേരത്ത് കണ്ടാണ് ഈ സംഭവം. നോക്കിയേ മുടി നോക്കിയേ, എന്ത് മുടിയാ പുള്ളിയുടെ മുടി നോക്കിയേ. നമുക്കും അതേപോലെ ആണ് ഗൈസ്. അതായത് ഞങ്ങളുണ്ടല്ലോ ഇതിൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത് ഈ സംഭവം കുറേ പ്രാവശ്യം നമ്മൾ കണ്ടാണ്. അന്നൊന്നും നിർത്താൻ സമയം കിട്ടിയില്ല. അപ്പോഴാണ് ഇപ്പം പോകുന്ന വഴിക്ക് ഈ സാധനം കണ്ട്. ഇത് ആദിവാസി ഓയിൽ എന്നാണ് പറയുന്നത്. മേടിക്കും അല്ലേ? എടാ ആണുങ്ങളുടെ മുടി നോക്കിക്കോടാ. ലിവിനെ കണ്ണു വെച്ചാക്കല്ല, പുള്ളിക്കാരൻ മുടി നോക്കിയേ. ഗൈസ് നോക്കൂ, ഇവിടെ ഒരു തരത്തിലുള്ള പിന്നെ മുടി വളരുന്ന എണ്ണ കിട്ടും കേട്ടോ. ആ എണ്ണ ഞങ്ങൾ പോകുന്ന വഴി കണ്ടാണ്. ലിബിന് പിന്നെ തന്നെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഡോറ് തുറന്നു കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വാ. ഗൈസ് നോക്കി, ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടെ ആദിവാസി ഓയില. നമസ്കാരം. പേര് ശരത് ബാബു. ആ ഗൈസ്, ശരത് ബാബു എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇത് നോക്കിയേ, ഇവിടുത്തെ കണ്ടോ ഈ ചേട്ടൻ്റെ മുടി കണ്ടോ ലിവിനെ. ആഹാ നല്ല കിടിലും മുടി. ഞാൻ ഇത് ഒറിജിനൽ അല്ലെന്ന്. ഇത് ക്യാമറ ഒറിജിനലാ നോക്കിയേ. ഇതിന് ക്യാമറ പിടിച്ചേ. എന്റെ ആഗ്രഹം ഇതൊന്ന് വലിച്ചു നോക്കട്ടെ. ഒറിജിനൽ മുടിയാ ഇത്. ആ ഒറിജിനൽ ഒന്നാന്തരം മുടി കേട്ടോ. ചേട്ടന്റെ പേരെന്നാ? ഉമേഷ് ഭായ്. കുറച്ച് മലയാളം അറിയോ? ആ ഗൈസ് നോക്ക്, കുറച്ചൊക്കെ മലയാളം. ഇതാ അടുത്ത ചേട്ടൻ പേരെന്നാ? രാജു ഭായ്. നോക്കിയേ മുടി നോക്കിയേ, എന്റെ പൊന്നി. ഇത് എവിടം വരെ ഉണ്ടെന്ന് നോക്കിയേ. ആഹാ ഗൈസ്, ഇതേ ഞങ്ങളൊരു 3 വർഷം ഈ റൂട്ടിൽ കൂടെ പോകാൻ നേരത്ത് ഞങ്ങള് ഈ സംഭവം കണ്ടാണ്. അന്ന് ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല. മമ്മി ഇങ്ങനെ മുടി വേണോ? വേണോ? ഇപ്പം പറഞ്ഞോ. ഗൈസ് നോക്കൂ, അതായത് നല്ല ഒറിജിനൽ മുടിയാണ്. നമുക്ക് മമ്മിക്കും ഇതിന്റെ ഇത് ചെയ്ത് കൊടുക്കാം. ഗൈസ് നോക്കൂ, അതായത് ഇവരുടെ അടുത്തൊരു പ്രത്യേകതരം. ചേട്ടാ എന്നാ ചേട്ടാ സംഭവം? സർ, ഇത് നമ്മള് ഹർബൽ ആദിവാസി നീലാംബരി ഏരിയയിലാണ്. നമ്മൾ ഇത് 108 ഐറ്റം പച്ചമരുന്നുകളാണ് ഇട്ടിട്ട് നമ്മൾ സ്വന്തം കാച്ചെടുക്കുന്നതാണ്. ഇട്ടിട്ട് സ്വന്തം കാച്ചെടുക്കുന്ന, നമ്മൾ സ്വയം കാച്ചെടുക്കുന്ന പ്രോഡക്റ്റ് ആണ്. അതാണ് ഈ സംഭവം. ഇത് സംഭവം ഡയറക്റ്റ് ഒന്ന് കാണാം. നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ അതാണ് മെത്തേഡൊക്കെ കാണിക്കാൻ വേണമെങ്കിൽ ശേഷം ഡയറക്റ്റ് വന്ന് കഴിഞ്ഞാൽ കാണിച്ചു തരുമോ? ഡയറക്റ്റ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രോഡക്റ്റ് തയ്യാർ ചെയ്യാനൊന്നും കാണിക്കാം. പിന്നെ ഇതിൽ 108 ഐറ്റം പച്ചമരുന്നുകളാണ് നമ്മൾ സ്വന്തം കാച്ചെടുക്കുന്ന ഈ പ്രോഡക്റ്റ് ആണ് ആദിവാസി ഏരിയയിൽ നീലാംബരി. ആദിവാസി ഹെയർ ഓയിൽ നീലാംബരി. ഗൈസ് നോക്കൂ, ഇത് 100% ഹാൻഡ് മെയ്ഡ് ഓയിലാണ്. ഇതൊന്നും അവർ പറഞ്ഞു തരില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മളിത് ഉണ്ടാക്കൂലേ. അതുകൊണ്ട് ഇവർ തന്നെ വാറ്റുന്നതെന്ന്, അതായത് ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓയിലാണ് ഈ ഓയില്. ഇത് ഞങ്ങൾ ചോദിച്ചും പറഞ്ഞു വേണമെങ്കിൽ ഇത് നേരിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. നോക്കിയേ, ഈ കാണുന്ന ചേട്ടൻ്റെ മുടി നോക്കിയേ. ദൈവം എനിക്ക് ഇങ്ങനെ ഒരു താടിയെങ്കിലും മതിയായിരുന്നു. ചേച്ചീനെ പറയാൻ പറഞ്ഞു. ചേച്ചിനെ പിടിക്കരുത്. സോറി. ഗൈസ് നോക്കി, ചേച്ചിയുടെ മുടി നോക്കിയേ, ഇത്രയും തന്നെ മുടിയുണ്ട്. ഇത് എത്ര നാൾ കൊണ്ട് വരുന്നേട്ടോ തേച്ചാല്?
ഒരാൾക്ക് 3 മാസമാണ്. നമ്മൾ 6 മാസം യൂസ് ചെയ്യാൻ നമുക്ക് 90 പ്രായം കാലമാവണ വരെ അരക്കഷ്ണം മുടി കൊയ്യത്തില്ല. അത്ര നല്ല റിസൾട്ട് ഉണ്ടാവും സാർ. 3 മാസം കൊണ്ട് ഏകദേശം ഒരു നല്ല റിസൾട്ട്. ഇത് 1 കൊല്ലത്തെ മുടിയാണ്. ഒരു കൊല്ലത്തെ 1 കൊല്ലമാണ്. പണ്ടത്തെ നമുക്ക് മുടി കൃഷി ഉണ്ടായിരുന്നു. ആ ഗൾഫ് ഗേറ്റ് വിഗ് വാർണൈറ്റി മുടിയൊക്കെ പോകാനുണ്ടായിരുന്നു. മുടി കൃഷിക്കാർ നമ്മൾ മുടി വളർന്നിട്ട് കട്ട് ചെയ്ത് വിലക്ക് വെക്കാനുണ്ടായിരുന്നു. മുടി കൃഷി ഉണ്ടായിരുന്നു. അത് ഗൾഫ് ഗേറ്റിലേക്ക് കുറെ വിഗ് ഹെയർ ട്രാൻസ്ഫർ ഗൾഫ് ഗേറ്റിനായിട്ട് മുടി പോകാനുണ്ടായിരുന്നു. മുടി കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ആഫ്രിക്കൻ ലേഡീസുകളൊക്കെ ചുരുള്ള മുടി, അതുപോലത്തെ ഈ മുടിയൊക്കെ കിലോ കണക്കിലൊക്കെ പോകും. നല്ല റേറ്റ് ഉള്ള അന്ന് റേറ്റ് ഉണ്ടായിരുന്നു. ആ സൊലോണിനെ പോയിട്ട് അവരുടെ സ്പ്രിംഗ് മുടി നമുക്ക് അത് സൊലോണിലേക്ക് ചോട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹെബ്രോ അവരൊക്കെ ചെയ്യുമല്ലോ, അവർക്ക് മുടി സ്പ്രിംഗ് ആണ്. ഈ മുടിനെ കട്ടിങ് ചെയ്യാൻ, പിന്നെ ഈ മുടി അവർക്ക് ചോട്ടി ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലറിലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മുടി കൃഷി ഉണ്ട്. നമുക്ക് മുടി കൃഷിയുണ്ട്. മുടി കൃഷി ഉണ്ട്. പക്ഷെ നമുക്ക് ഈ രാഷ്ട്രദീപം പേപ്പർ കേരളയിൽ ഇന്നത്തെ 2007 നമുക്ക് രാഷ്ട്രദീപം പേപ്പറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളീസ് പേപ്പറിലെ മുടി കൃഷിക്കാരനെ പറഞ്ഞിട്ട് നിങ്ങളുടെ സത്യം അത് എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് എത്ര ഒരു വർഷം? ഇത് 1 വർഷം എന്താണ്. ഇതോ അത് 1 കൊല്ലമാണ്. 1 കൊല്ലം. ചേച്ചിയുടെ 1 കൊല്ലം. ചേച്ചിന്റെ 1 കൊല്ലം. ഈ കാണുന്ന എണ്ണ തേച്ച് കഴിഞ്ഞാൽ 1 കൊല്ലത്തിനുള്ളിൽ മുടി റെഡിയാവും. ഇഷ്ടം പോലെ മുടി ഉണ്ടാവും. ഇല്ലാത്തവർക്കും വരും സാർ. ഇല്ലാത്തവർ പറഞ്ഞാൽ ഫുള്ള് കസണ്ടിയാൽ അവരുടെ മുടി ഉണ്ടാവുന്ന ചാൻസ് ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ചെടി, അത് നമുക്ക് എന്തെങ്കിലും ഏരിയ ഗോബർ നമ്മൾ എന്താണ് ഇടണം പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്തെങ്കിലും അത് ഇരിക്കാൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒന്നും ഇല്ലാത്ത ആൾക്ക് വരണ ചാൻസ് ഇല്ല സാർ. ചേട്ടൻ ഈ കാര്യം സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. കാരണം ഇപ്പം പറഞ്ഞല്ലോ ഇത് ഫുൾ കഷണ്ടി, അതായത് ഒരു എന്നാ പറയാ ഉണരൂല എന്ന് പറഞ്ഞല്ല, ഉണരുമെന്ന് സാറിന് പറഞ്ഞല്ല. ഇപ്പോൾ ഈ സീലത്തെ സ്ഥലത്ത് ഉണ്ടാവത്തില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ബേബി ഹെയർസ് ചെറിയ ഹെയർ ഉണ്ട്. ഈ ഹെയറിന്റെ സപ്പോർട്ടായിട്ട് എണ്ണ ഉണ്ടാവാൻ സാധ്യമുണ്ട്. 100-ലെ 99% ഇവിടെ മുടി ഉണ്ടാവും. പക്ഷെ ഈ സീലായിട്ട് സ്ഥലത്ത് അവിടെ കഷ്ടമാണ്. പിന്നെ പെൺപിള്ളേറിന് വേണ്ടി മുടി കൊയ്യുന്ന സ്ഥലത്ത് അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും. വളരുന്ന അതുപോലത്തെ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഉണ്ട്. നോക്കൂ, ഇത് ഇവരിവിടെ വിൽക്കാൻ വേണ്ടി വെച്ചാക്കുന്ന ബോട്ടിൽസ് ആണ്. ഇവിടെ മേടിക്കാനൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാന്ന് തോന്നുന്നു. ഇതാണോ ഇതിന്റെ? ഇത് ഹെർബൽ ആണ്. നമ്മൾ ഇതിലെ പച്ചമരുന്നുകളാണ്. നമ്മൾ സ്വന്തം ഇത് കാച്ചെടുക്കുന്നതാണ് സാർ. സ്വന്തം കാച്ചെടുക്കുന്നത്. ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ കുറുന്തോട്ടി, മൂക്കുത്തി, ചമ്പരത്തി, കട്രവാള, നീലാംബരി, ഭൃംഗരാജ്, ജടാമസി, ഘോഡപ്പോട്, കൃഷ്ണ തുളസി, അതുപോലത്തെ മാക്സിമം ഒരു 108 ഐറ്റമാണ്. റോസ്മേരി. ഇത് വെച്ച് അഭിരാമി വീട്ടിലൊരു ഒരു സംഭവം ഉണ്ടാക്കിയായിരുന്നു. ഇത് റോസ്മേരി ആണ്. പിന്നെ അതേപോലെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഇട്ടാണ് അവർ ചെയ്യുന്നത്. ഇവരിപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഈ എണ്ണത്തില് 108 തരമുള്ള പച്ചമരുന്ന് ഞങ്ങൾ ഇട്ട് സ്വന്തം കാച്ചെടുക്കാനുള്ള എണ്ണയാണ്. ഈ 108 ജാതി പച്ചമരുന്ന് കിട്ടാൻ വേണ്ടി ഓരോ കൊല്ലം ഞങ്ങൾ കാത്തിരിക്കണം. അത്രേ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കിട്ടുന്ന സാധനം അല്ല. 2-3 മാസം മഴക്കാലത്തില് അത് വരണ ചെടികളില് കിട്ടണ ഉള്ള മരുന്നില് ആവശ്യമുള്ളതിനെ ഞങ്ങൾ വാരി വെക്കും. അതിനെ ഒരുമിച്ച് ഓർഡർ ആക്കിയിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ പറയണത്, സാർ ഞങ്ങൾ കൂടെ വരുമ്പോ ഞങ്ങൾ ആശ്രമത്തിൽ, ഇത് എന്റെ കട, ആശ്രമത്തിൽ വരുമ്പോ 108 തരമുള്ള ജാതി അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാം. അത് ഡയറക്റ്റ് ചെയ്യണതും ഉണ്ടാക്കണതും അതും നിങ്ങൾ കാണാൻ തന്നെ നമുക്ക് വിശ്വാസം കാണും. ഇവര് പറയുന്നത് ഇത് ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് വിശ്വാസം സംഭവം വരൂ എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇവരുടെ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു മാക്സിമം 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ 108 ഐറ്റം പച്ചമരുന്നുകൾ പറഞ്ഞാൽ, ഈ ആയുർവേദികളെ മരുന്നുകൾ പറഞ്ഞാൽ 1 വർഷത്തെ മാക്സിമം 12 മാസമാണ്. 12 മാസത്ത് ഒരു ഫല്ല് ഒരു മരുന്നുകൾ അത് ഒരു സീസൺ ഉണ്ടാവും. അതിനെ കൊണ്ട് കിട്ടാത്ത മരുന്നുകൾ നമ്മൾ ഉണക്കിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ എന്നും കിട്ടുന്ന സാധനമൊക്കെ അത് നമ്മൾക്ക് ഫ്രഷ് തന്നെ ഇടും. ഈ ബ്രഹ്മി, ഭൃംഗരാജ്, ഈ കൊടനെല്ലിക്കൊക്കെ പറയില്ല നമ്മള്, ഈ പാടത്ത് നമ്മൾ കേരളത്തിലെ കുറെ പാടത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കിയാർനെല്ലി അതൊക്കെ നമ്മൾ എന്നും സ്റ്റോർ ചെയ്യും. കിട്ടാത്ത മരുന്നുകൾ പറഞ്ഞാൽ നെല്ലിക്ക അത് സീസൺ ആണ്. പിന്നെ കുറെ മരുന്ന് ഗോഡപ്പോട് പറയും. പിന്നെ ഈ കൃഷ്ണ തുളസി, അതിൽ കുറെ പച്ചമരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടാത്ത മരുന്ന് സീസണില് അത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഏറ്റവും നമ്മൾ കൂടുതൽ പ്രോഡക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് തയ്യാർ ചെയ്യുന്ന സമയം പറഞ്ഞാൽ അത് മഴക്കാലമാണ്. ജൂലൈ ആഗസ്റ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ആയിട്ട് പ്രോഡക്റ്റ് തയ്യാർ ചെയ്യുന്നത്. ഇതേ ഇപ്പം അഭിരാമിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും ഇപ്പം മുടിയില്ല. അതേ സമയത്ത് അവരുടെ മുടി നോക്കിയേ, എന്നാ മുടിയാന്ന് നോക്കിയേ. ഒന്നും വേണ്ട, ചേട്ടൻ താടി നോക്കിയേ. പുള്ളിയുടെ താടി നോക്കിയേ. അപ്പം ഇത് ഇവർക്കൊക്കെ ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നല്ല രീതിയിൽ മുടി വരും ഒന്നുമില്ല. അപ്പൊ ഇവർക്ക് നല്ല രീതിയിൽ മുടി വരുമെന്ന് പറഞ്ഞ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇവരുടെ കൂടുതൽ ഇവർ കൊണ്ടുപോകില്ലേ? ഓക്കെ സാർ. അപ്പൊ നമ്മൾ ഇവരുടെ കൂടുതൽ പോയി എങ്ങനെയാന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നു. ഇത് ഉണ്ടാക്കുന്ന കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം. അതായത് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു വലിച്ചു നോക്കി യഥാർത്ഥ മുടിയാണ്. അമ്മ എങ്ങനെയുണ്ട് അമ്മ മുടി? ഞാനും മമ്മി ഇവിടെ പരദോഷം വിട്ടുപോയി ഇത്ര മുടിയല്ലേ? പിന്നെ ഭയങ്കര ഉള്ള അതാ താടിയുടെ ഒക്കെ കട്ടി. നമ്മളിങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ചാലും ഒതുങ്ങുന്നില്ല. ഈ വഴി വരുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ ബോർഡ് കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ആ കടയിൽ കയറാന്ന് വെച്ച് നമ്മളങ്ങനെ കടയിൽ കയറിയതാ. മുടി കണ്ടപ്പോഴല്ലേ എന്റെ സൊറേ. ചേട്ടനെന്തെങ്കിലും കണ്ണ് കിട്ടി കേട്ടോ രണ്ടുപേർക്ക്. ഞാൻ കൊതിച്ചിട്ടാ പോന്നെ. നല്ല വൃത്തിയാമേ. ഞാൻ അതിന്റെ ഇതൊക്കെ നോക്കിയമ്മേ ഒരു താരം പോലും ഇല്ല. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഫൈനലി ഇവിടെ എത്തി. കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെയാണ് ഇവരുടെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പപ്പയുടെ കിളി പാറിപ്പോയെന്ന് പറഞ്ഞേ. എന്നാ അവരുടെ തലമുടി കണ്ടിട്ട് എന്റെ കിളി പാറിപ്പോയി. അപ്പൊ നല്ല ഹാൻസം ആയിട്ടില്ല? നോക്കിയേ, നല്ല ഹാൻസം ലുക്കായിട്ടോ. നല്ല ഹാൻസം ലുക്കായി മാറി. എന്നാ ലുക്കാന്ന് നോക്കിയാ എന്റെ മോൻ മേടിച്ച മാല കണ്ട 5 പോയിന്റ്. മമ്മി അവരുടെ മുടി എങ്ങനെയുണ്ട് അമ്മ? നല്ല മുടിയാ. അമ്മയ്ക്കോ? തേച്ചാൽ അവര് 99% വളരുമെന്നാ പറഞ്ഞത്. മൈക്കിൾ ഇവിടെ കിടന്ന് കുസ്തി കേട്ടോ. അതെ, അവിടെയാണ് അവരുടെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെയാണ് നമ്മുടെ സഫാരി ചെറുക്കനെ നിർത്തിയിട്ടാക്കണേ. നോക്കൂ, നേരെ അങ്ങനെ നമ്മൾ ഇവരുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇതിൻ്റെ അകത്താണ് ഇവർ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഫൈനലി അങ്ങനെ ഇവരുടെ എണ്ണ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്ലേ ഗൈസ് നോക്കൂ, ഇതേ ഇവിടെ കുറേ ചേച്ചിമാരുണ്ട്. ഇതാ 1 2 3 ഇതേ ഇവിടെ ഒരു ചേച്ചി 4 നോക്കി. ഇവരൊക്കെ മുടി നോക്കി. ഇതേ ഇവിടെ 5ാമത്തെ ചേച്ചി. അതായത് നമ്മൾ നേരത്തെ കണ്ട ചേച്ചി ഇവിടെ വന്നു. ഇതേ നേരത്തെ കണ്ട ചേട്ടനും ഇവിടെ വന്നു. ചേട്ടൻ ഇപ്പം നോക്കാൻ മുടിയില്ല. ഇനി വേണം സെക്കൻഡുകൾ കൊണ്ട് ഒരു വലിയ മുടി വരുത്തു കിട്ടും. നോക്കിയേ, കൂന്തൽ വീണിരിക്കുകയാണ്. യെസ് ഗൈസ്, അതായത് നമ്മളിവിടെ വന്ന് നമ്മളോട് ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ചേട്ടൻ പറഞ്ഞു തരും എങ്ങനെയാണ് എന്താന്നുള്ളത്. സാർ, ഇത് 108 ഐറ്റം പച്ചമരുന്നുകളാണ്. ഇതാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഈ പച്ചമരുന്നുകളാണ്. കുറെ പച്ചമരുന്നുകൾ ഫ്രഷ് ആയിരിക്കും, പിന്നെ കുറെ നമുക്ക് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യും. നമുക്ക് എല്ലാ മാസത്തെ മരുന്നുകളൊന്നും കിട്ടത്തില്ല. അതിനെ കൊണ്ട് കിട്ടാത്ത മരുന്നൊക്കെ നമ്മൾ ഡ്രൈ ചെയ്ത് വെക്കും സാർ. ഇത് ബാക്കി മരുന്നിങ്ങനെയൊക്കെ ഇവിടെ കാണുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് ഇത് ഈ കാണുന്ന നമ്മൾ ഇവരുടെ ഷോപ്പിൽ നിന്ന് കണ്ട ഈ തൈലം ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്ന രീതി ഇത് ഇവിടെ കാണുന്നതാണ്. ഇതിട്ടാണ് ഈ കാണുന്നതാണ്. ഇതിന്റെ അത് ചെമ്പരത്തി ഉണ്ട്, പിന്നെ കുറെ അധികം ഡ്രൈ. ഇത് നമ്മളത് ചെമ്പരത്തി, കുറുന്തോട്ടി, കൈവണ്ണി, ബ്രഹ്മി, കട്ടവാള, നീലാംബരി, നെല്ലിക്ക, കാടുനെല്ലിക്ക, പിന്നെ കുറെ മരുന്നുകളാണ്. ഈ ഗോഡ് പോഡ്, ഭൃംഗരാജ്, ജടാമസി, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ തയ്യാർ ചെയ്യുന്നത്. ഇതിന്റെ തിക്നെസ് ഇതിൽ ചെറിയ ഉള്ളി കൂടെ ഇടും സാർ. ചെറിയ ഉള്ളി കൂടെ ഇടും നമ്മൾ. പിന്നെ ഇതിൽ കറിവേപ്പില കൂടെ നമ്മൾ ഇടും. കറിവേപ്പില, പുതിനിയ, പിന്നെ അതൊക്കെ ഇടും. ആ സെയിം തിക്നെസ് ഇതുണ്ടോ? ഇതിപ്പോ നമ്മൾ കാണാൻ നേരത്തെ അതിനൊരു എന്താ പറയാ, അതിൻ്റെ അകത്ത് എല്ലാം മിക്സ് ആയിട്ടുണ്ടാവും. ഇതിപ്പോ ഇത് നോക്കിയേ, ഇത് നല്ല പ്യൂർ ആയിട്ടുള്ള. ഇത് അവസാനം അവർ അരിച്ചെടുത്താണ് ഈ കാണുന്ന ഇതിലേക്ക് സംഭവം മാറ്റുന്നത്. അങ്ങനെയല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ചെമ്പരത്തി, പിന്നെ അതുപോലുള്ള നമുക്ക് അറിയില്ലാത്ത ടൈപ്പ് തന്നെ കുറേ സാധനങ്ങള്. എന്തൊക്കെയാട്ടാ? എൽമുരി, നമുക്ക് പിന്നെ അത് കഴിഞ്ഞാൽ ബേമട, താമരപ്പൂ, പിന്നെ പോലെ എൽമുരി, ബെൽമുരി, പല ടൈപ്പുള്ളത്. സാർ, ഈ മരുന്നുകളൊക്കെ നമുക്ക് അറിയാത്ത മരുന്നൊന്നല്ല. ഈ നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതല്ല ഈ പച്ചമരുന്നുകൾ. ഓ ഗൈസ്, ഇതുണ്ട്. ഈ ചേച്ചിയുടെ നമ്മൾ നേരത്തെ വെച്ചും പറഞ്ഞ 1 വർഷം കൊണ്ട് വന്നതെന്നാണ് ഇത് പറഞ്ഞ. ചേച്ചിയുടെയോ? ചേച്ചിയുടെ എത്ര വർഷമാണ്? 1 വർഷം. 1 years ആണ്. ഇതും 1 year കൊണ്ട് വന്നാണ് ഈ കാണുന്ന മുടി. പണ്ട് മുതൽ പറയുമ്പോ ആദിവാസി മുതുവൻ ജാതിമാരാണ്. ഫസ്റ്റത്തെ കാലം 1985 90 അങ്ങനെ ആ ടൈപ്പില് നമുക്ക് എന്താ പറയാ, കാടിലിരിക്കും. ആ ടൈമില് നമുക്ക് ഹോസ്പിറ്റലിൽ ഈ പോലെ കാര്യങ്ങളില്ല. അപ്പോൾ ആ കാലത്തിനാണ് ഞങ്ങൾ മുത്തശ്ശന്മാർ, വലിയ ആൾക്കാർ, അന്നു മുതലാണ് തുടങ്ങിയത്. ഏതാണ് പച്ചമരുന്ന് കഴിച്ചാൽ മനുഷ്യന്റെ തലവേദന പോവും, ഏത് മരുന്ന് ഉപയോഗിച്ചാൽ മുടിക്ക് നന്നാവും, ഏത് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന്റെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കുറയും, പിന്നെ നടുവേദന, കൈക്കാൽ വേദന എല്ലാം കുറയും. അങ്ങനത്തെ ഉള്ള മരുന്ന് കഴിച്ചിട്ടാണ് നമുക്ക് വിവരം മനസ്സിലാവുന്നത്. അങ്ങനെ എത്തിയിട്ടാണ് ഇപ്പോൾ നമുക്ക് പല ടൈപ്പ് പച്ചമരുന്ന്. എന്നാൽ ഈ മരുന്ന് എടുക്കാൻ തുടങ്ങി. ഈ മരുന്ന്
ഞങ്ങൾ ആക്കിയിട്ട് ചൂടാക്കിയിട്ട് എണ്ണത്തിൽ പുരട്ടുമ്പോൾ മുടി നന്നുണ്ടാവും, ഊറാത്തിരിക്കും. എന്നാലും ഞങ്ങൾ ആദിവാസികളാണ്, നമുക്ക് മുടിയാണ് ഏറ്റവും വലിയ വേണ്ടിയത്. എന്തിനു വെച്ചാൽ ആദിവാസത്തിന്റെ നിയമമാണ് മുടി. അതാണ് നമുക്ക് പ്രധാന സ്വത്ത്. ഓ, ആദിവാസത്തിന്റെ അത് ആദിവാസികളുടെ പ്രധാന സ്വത്ത് അല്ല, അവരുടെ മെയിൻ സംഭവമാണ് മുടി. അങ്ങനെ ആയിട്ട് കാരണം ചില സിനിമ നടികർ ഞങ്ങൾ മുടിനെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര നല്ലോണം ഇഷ്ടമായി. ആദിവാസികൾക്ക് എന്താ ഇങ്ങനെ മുടികളുണ്ട്, എന്താ നിങ്ങൾ പേരിട്ടും. അപ്പൊ ഞങ്ങൾ പറയണത് ഞങ്ങൾ സ്വതവേ എടുക്കണതാണ്, പച്ചമരുന്ന് ഞങ്ങൾ കാച്ചണതാണ്, ഞങ്ങൾ തേക്കണതാണ്. എന്നാൽ നിങ്ങളുടെ മുടി നമുക്ക് കൊടുക്കുമോ? നമുക്ക് ബിഗ് വെക്കാൻ ആവശ്യം ഉണ്ടാവും, സിനിമ നടിമാർക്ക് കളിക്കാൻ വേണ്ടി മുടി വിൽപ്പന ചെയ്യുമോ? അപ്പൊ നമുക്ക് ഒരു ആഗ്രഹം, കുഴപ്പമില്ല, മുടി വിൽക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്. മുടി കൃഷി പറയും, കൃഷി തുടങ്ങി എണ്ണ തുടങ്ങും, വളർത്തും, മുറിച്ച് വിൽപ്പനാക്കും കിലോ കണക്കിന്. സിനിമനടിമാർക്ക് ഇവിടെ അവിടെ എല്ലാം ഗൾഫ് ടോപ്പ് ബിഗ് ഉണ്ടാക്കാൻ വേണ്ടി പോവായിരുന്നു. അതെ സാർ, 2007 ഒരു രാഷ്ട്രീയ ദീപം പേപ്പറിൽ കൂടെ നമ്മൾ മലയാളീസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. എക്സിബിഷനിൽ ഒരു മുടി കൃഷിക്കാരനെ പറഞ്ഞിട്ട് മുടി വളർന്നിട്ട് കട്ട് ചെയ്ത് വിലക്ക് വെക്കുമ്പോൾ ഈ ഒരു മുടി കൃഷിക്കാരായിട്ട് നമ്മൾ കേരളത്തിൽ കുറെ പേപ്പറിന് അങ്ങനെ ഇത് ആ ഒരു കൃഷിക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഏറ്റവും നമ്മളത് മുടി പറഞ്ഞാൽ ഒരു പ്രധാന സ്വത്താണ്. അന്നത്തെ കാലത്ത് നമ്മളെ മുത്തച്ഛൻ, നമ്മളെ പരമ്പര, നമ്മളെ പൂർവ്വ അവർ ഒരു സാധനം നമുക്ക് മുടിക്ക് വേണ്ടി ഒരു ബന്ധപ്പെട്ട സാധനമൊക്കെ അവരൊക്കെ കൾച്ചറാണ് ഇത്. ഓ ഗൈസ്, ഇനിയിപ്പം വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ, ഇപ്പൊ ഈ ചേച്ചിമാർ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ മുറിച്ചു കൊടുക്കുമോ? കിലോ തൂക്കത്തിന് പോകും. ഇപ്പോൾ പറയുമ്പോ നല്ല വിലയുണ്ട്, മുടിക്ക് നല്ല വിലയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഓരോ ബിഗ് ഉണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാർ കഷണ്ടിക്ക് മറിച്ച് വെക്കാൻ വേണ്ടി ഒത്തിരി പൈസ കളയാറുണ്ട്. അതിനെ കൊണ്ട് നമുക്ക് നല്ല വില വരുമ്പോ കൊടുക്കും. കാണുന്ന മുടികൾ കണ്ടല്ലോ, ഏകദേശം 80,000 മുതൽ വിലയുണ്ട് സാർ, വിലയുണ്ട്. 80,000 ഇത് 1 ലക്ഷം വരെ വിലയുണ്ട്. എന്തിനു വെച്ചാൽ ഒരാളിന്റെ ഒരു ചെറിയ ബിഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 200-300 ഗ്രാം മുടി പിടിക്കും. അതിനെ തന്നെ ഈ കാലത്തിൽ കൊടുക്കണോ 2 ലക്ഷം 1.5 ലക്ഷം വില കൊടുത്ത് വാങ്ങണം ഗൾഫ് കേട്ടിന്. ഒറിജിനൽ മുടി കാണിക്കാൻ നല്ല വില കാണും സാർ. 1 ലക്ഷം വരെ വില ഉണ്ട് കിലോ മുടിന. സാർ അത് പറഞ്ഞാൽ കുറെ ആഫ്രിക്കൻസ് ലേഡീസിനെ പറഞ്ഞാൽ മുടി അവർക്ക് തീരെ സ്പ്രിംഗ് ചുരുള മുടിയൊക്കെ ഉണ്ടാവും. ഈ മുടിയൊക്കെ വിലിപ്പിനായിട്ട് അവർക്ക് ബ്യൂട്ടി പാർലറിലേക്ക് അവർ ഹെയർ സ്റ്റൈൽ ചെയ്യും. ആ മുടിനെ ജോയിന്റ് ചെയ്തിട്ട് ഇത് ചോട്ടി ചെയ്യുമല്ലേ, ചോട്ടി അതൊക്കെ ചെയ്യും. അതിനു വേണ്ടി മുടിയൊക്കെ പുറത്ത് പോകും, എല്ലാ സൊലോന് ബ്യൂട്ടി പാർലറിലൊക്കെ യൂസ് ആവുന്നതാണ്. ഈ പണ്ടത്തൊക്കെ ഇങ്ങനെ മുടി കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ മുടി കൃഷി ഇല്ല. ഇപ്പോൾ നമ്മൾ പച്ചമരുന്നുകളാണ്. ഈ പച്ചമരുന്നുകൾ ഇട്ടിട്ട് നമ്മൾ സ്വന്തം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിബിഷനോ നമ്മൾ പുറത്ത് സ്റ്റോളോ നമ്മൾ വേറെ വേറെ രാജ്യോട്ടോടെ ആയിട്ട് നമ്മളൊക്കെ വിൽപ്പന ഉണ്ടായിരുന്നു. ഇവര് പണ്ട് ആഫ്രിക്കയിലും അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ഇവർ ഇത് ചെയ്തിരുന്നു. ഇപ്പൊ ഇവിടെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതെ അതെ, നമ്മൾ ഈ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ ഉണ്ടാവും നവംബർ മാസത്ത്. പിന്നെ ഡൽഹിയിലെ പ്രഗതി മൈതാനിലെ സ്റ്റോൾ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ചൊല്ലിട്ട് നോക്കിയാൽ സാർ മാക്സിമം നമ്മൾ ആദിവാസി ഇവിടുത്തെ പക്ഷിരാജ് ഉള്ള ആൾ ഒരു 10-20 സ്റ്റോൾ നമ്മൾ എണ്ണ വർഷമൊക്കെ ഉണ്ടാവും. ദുബായ് ഗ്ലോബൽ വില്ലേജ്, പിന്നെ നമ്മൾ ദുബായ് അല്ല പിന്നെ ഡൽഹി പ്രഗതി മൈതാൻ ട്രേഡ് ഫെയർ ഇന്റർനാഷണൽ, അതിലൊക്കെ നമ്മൾ പ്രോഡക്റ്റ് എന്തൊക്കെ സ്റ്റോളിലൊക്കെ കാണാം. ഈ ലോക്ക്ഡൌൺ ആയിട്ടല്ലേ ഈ 2020-21 നമുക്ക് ലോക്ക്ഡൌൺ ആയി, നമുക്ക് പുറത്ത് പോവാത്തെ അതുപോലത്തെ ഒരു അന്ന സമയത്താണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പിടിച്ചിട്ട് ഇത്ര വരെ നമുക്ക് വൈറൽ ആയതാണ്. ശുദ്ധ വെളിച്ചെണ്ണ കോക്കനട്ട് പറഞ്ഞാൽ നമ്മൾ ആട്ടുന്ന വെളിച്ചെണ്ണ ആണ് സാർ. ആട്ടുന്ന വെളിച്ചെണ്ണയില് ഒരു 4 രീതിയായിട്ട് എണ്ണ വേറെ വേറെ ഈ കാണുന്നല്ലേ, ഈ കാണുന്നത് പ്രോഡക്റ്റ് ആണ് സംഭവം. അതെ, ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നു. അതെ സാർ, അതായത് ഇത് കണ്ടോ, ഇതാണ് അതിന്റെ തിക്നെസ് നോക്കിക്കോടാ. അതിന്റെ തിക്നെസ് അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെമ്പരത്തി, പിന്നെ നമുക്ക് രാമച്ചൻ, ചെറിയ ഉള്ളി, നെല്ലിക്ക, കുറുന്തോട്ടി, ബ്രഹ്മി, കൈവണ്ണി, കട്ടറവാള, ഇതിലെ 108 പച്ചമരുന്ന്. ഇത് നമ്മളെ ഫ്ലോർ ആണ്, ചെമ്പരത്തി ഫ്ലോർ. ചെമ്പരത്തി ഫ്ലോർ ഒരു 4-5 കളർ ഫ്ലോർ ഒക്കെ ഇടും. പിന്നെ നമ്മളൊക്കെ കുറെ നമ്മളെ നടന്ന പാടത്ത് അതാണ് സാർ. നല്ല നമ്മുടെ തല തേക്കുന്നൊക്കെ ആ ഒരു കാച്ചിയ ഒരു സെറ്റപ്പിൽ ആ ഒരു മണമുണ്ട്. ഈ ഒരു കുപ്പി പറഞ്ഞാൽ 1/2 ലിറ്റർ ആയിരിക്കും സാർ. പിന്നെ നമ്മളത് ഒറിജിനൽ പ്രോഡക്റ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സ്ക്രീൻ മുകളിൽ നമ്പറൊക്കെ വീട്ടിൽ. പിന്നെ നമ്മളെ ഫ്ലെക്സിന്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ നമ്മൾ അഡ്രസ് ഒന്നോ സെൻഡ് ചെയ്യാൻ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എത്തിച്ചു. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ട് മേടിക്കും. ഇതിനെങ്ങനെ ഒരു ബോട്ടിലിന് വില വരുന്നത്? റേറ്റ് പറഞ്ഞാൽ MRP നമ്മൾ 1,500 രൂപയുടെ കൊറിയർ അയക്കുന്നതാണ്. അത് നമുക്ക് ഇവിടെ വന്നിട്ട് മെഡിക്കൽ നമുക്ക് കുറച്ച് റേറ്റ് കമ്മിയാക്കിയിട്ട് തരും. കൊറിയറിൽ 1,500 ആണ്. കൊറിയറിൽ 1,500. ആ ഗൈസ് നോക്കൂ, ഈ കാണുന്ന എണ്ണയ്ക്ക് കൊറിയറിൽ 1,500 രൂപയാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ അത് ഇതായിട്ട് നമ്മളിപ്പം ബിഗോ അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കാൻ പോകണമെങ്കിൽ ഐക്കൂൾ എക്സ്പെൻസ് ആവും. ഇത് 6 മാസത്തേക്ക് ഈ കാണുന്ന എണ്ണ തേക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ബോട്ടിൽ 6 മാസത്തേക്ക് ഉപകാരപ്പെടും. അത് നമുക്ക് 6 മാസം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇനി വേറെ സംഭവം നമ്മൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞില്ല. ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ ഇതുണ്ടോ, നീ അവിടെ നിന്ന് ഇവിടം വരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ കാണുന്ന ഇവരുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇത് എത്ര കൂട്ടമുണ്ട് ചേട്ടാ മൊത്തത്തിൽ? സാർ ഇവിടെ മാക്സിമം ഒരു 50-60 ഐറ്റം വെച്ചിട്ടുള്ള നമ്മളിവിടെ ഫുള്ള് 100 ഐറ്റം വെക്കാൻ ഇവിടെ സ്ഥലമില്ല. നമ്മൾക്ക് കുറച്ച് പോവാനായിട്ട് ഇതിപ്പം വരുന്നവർക്ക് അല്ലെങ്കിൽ ഇത് സംശയമുള്ളവർക്ക് സാധനം ഇട്ടാണ് നമ്മൾ മെയിൻ ഉദ്ദേശം. നമ്മൾ ഡയറക്ട്ലി നമ്മൾ കാണും, നമ്മൾ ക്യാമറയിൽ വേണമെങ്കിൽ കാണിച്ചോളൂ. ഒരു ഐറ്റം ആണ് ഇത്. നമ്മൾ 1 ഐറ്റത്ത് 2 ഐറ്റം ഒന്നും വെച്ചിട്ടില്ല. ഇത് എല്ലാം സെപ്പറേറ്റ് ഇത് 10-50 ഐറ്റം ഉണ്ട്. പിന്നെ ബാക്കി നമ്മൾ പച്ച ഇതിൽ ഇൻട്രഡിങ് കണ്ടന്റ് ചെയ്യും. ഗൈസ് നോക്കൂ. പിന്നെ വേറൊരു കേസുണ്ട്. ഇത് നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലത്തോട്ട് ഡയറക്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും ഇത്രയും മുടിയുള്ള ആൾക്കാർ ഇത്ര റിസൾട്ടുള്ള. സാധാരണ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അതിങ്ങനെ എന്താ പറയുക പറയാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ വരും എന്നുള്ളത്. പക്ഷേ ഇവരിതുണ്ടോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ആ ചേച്ചിമാരുടെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഈ പിന്നെ എണ്ണ തേച്ചുള്ള റിസൾട്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അതേപോലെ റിസൾട്ടാണ്. അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ വരുന്നുള്ള റിസൾട്ട് നമുക്ക് ഇവർ കാണിച്ചു തന്നിട്ടാണ് ഈ സാധനം തരുന്നത്. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 99% മുടി വരാനുള്ള സാധ്യതയുണ്ട്. റെയർ കേസിൽ സർ റെയർ കേസ് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഫുള്ള് മുടി കൊയിനിട്ട് സീലായാൽ അവിടെ നമുക്ക് ദൈവം തന്നത്. പിന്നെ അതിൽ നമുക്ക് ഒരു സാധ്യത ഒരില്ല. നമ്മുടെ സ്കിന്ന് പോലെ ഇങ്ങനെ ആവില്ലേ? ഇപ്പൊ ഈ ഒരു സൈഡൊക്കെ വരുന്നില്ലേ, ഇവിടെ ഒന്നും മുടി വളരില്ല. ഈ സൈഡിൽ ഇപ്പൊ ഇവിടുത്തെ നെത്തിക്കേരി ഇവിടെ സീലായിട്ടുണ്ട്. ഇത് നമ്മളെ ദൈവം തന്നെ അമൃത യൂസ് ചെയ്യാനുള്ള കൂടി മുടി ഉണ്ടാവുന്ന സാധ്യതയില്ല. പിന്നെ നമുക്ക് ബേബി ഹെയർസ് ഒക്കെ ഉണ്ട്, ചെറിയ രോമം. ആ മുടിനെ ശക്തിയില്ല, വേറെ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ശക്തിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നമ്മളെ അവിടെ സ്കിന്നിന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. പിന്നെ അതേ മുടി നല്ല തടിയായിട്ട് നല്ല ഉള്ളു തിക്നെസ് ആയിട്ട് ഉണ്ടാവും. പിന്നെ വേറൊരു കേസും കൂടെ ഉണ്ട്. അതായത് ഉള്ളില്ലാത്ത മുടികൾ, പിന്നെ അതേപോലെ തന്നെ കൊഴിഞ്ഞു പോക്ക്, ഡാൻഡ്രഫ്, അതായത് താരൻ, ഇതൊക്കെ മാറും. താരൻ മാറും, കൊയ്ച്ചൽ മാറും. നമുക്ക് മുടിത്ത് ഏറ്റവും എത്ര ബന്ധപ്പെട്ട എത്ര നമുക്ക് ഇൻഫെക്ഷൻ കാരങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മാറും. പിന്നെ നമുക്ക് സാർ നമുക്ക് ഡയറക്ട്ലി നമുക്ക് പ്രോഡക്റ്റ് മേടിക്കാൻ നമ്മളെ ഫ്ലെക്സ് കോൺടാക്ട് നമ്പർ ഉണ്ട്. അത് നമ്പറാണ് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ തന്നെ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വരുവാണെങ്കിൽ കണ്ട് നിങ്ങൾക്ക് താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കാൻ പറ്റും. ഇനി അതല്ല ഇവരുടെ അടുത്ത് വരാൻ പറ്റില്ലെങ്കിൽ ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവർ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും അല്ലെങ്കിൽ കൊറിയർ ആയിട്ടൊക്കെ അയച്ചു തരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇവരുണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഫ്ലെക്സി വെച്ചാക്കുന്ന ഇപ്പം ഞാൻ ഇതുണ്ടോ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ ഫ്ലെക്സി വെച്ചിട്ട് ഇവിടെ കുറേ പേരുടെ ഫ്ലെക്സ് ഉണ്ടല്ലേ. ഈ ചേച്ചി ഇവിടെ ഉണ്ട് ഇല്ലേ? ഈ ചേച്ചി എന്തിയെ കാണിച്ച് അത് അങ്ങോട്ട് പോകും. അതെ, ഈ ഫ്ലെക്സി കാണിച്ച ചേച്ചി ഇതുണ്ടോ, ഇത് ഈ ലിവിനെ ഇതുണ്ടോ, ഈ ചേച്ചിയാണ് അത്. അതായത് വെറുതെ ഫ്ലെക്സ് അടിച്ചാക്കുന്നല്ല. ഇനി അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതാ ചേട്ടനെ കാണിച്ചില്ല. ഇതല്ലേ ചേട്ടൻ, ഈ ഫ്ലെക്സി കാണുന്ന ഇദ്ദേഹമാണ് അദ്ദേഹം. നോക്കിയേ ആണ്ടാ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ആരെല്ലാം ഐഡൻറ്റിഫൈ ഉണ്ടോ? ഈ ചേച്ചി ഉണ്ടോ? ഇല്ല. ഇനി ഏതാ ചേച്ചിമാരുള്ളത്? എവിടെയാ ഈ ചേച്ചി ഉണ്ടോ? അപ്പം ഈ ചേട്ടനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ, അതായത് നമുക്കിവിടെ ഇവർ വെറുതെ ഫ്ലെക്സിൽ അടിച്ചു വെച്ചാക്കുമല്ല, ഇവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നല്ല ബല മുടിയോടുകൂടി നിൽപ്പുണ്ട്. ഇതുണ്ടോ, അതേ വലുതുണ്ടോ, അത്ര കണ്ടോ അതിൻ്റെ ഒരു തിക്നെസ് നോക്കിയേ. പപ്പയൊക്കെ കിളി മാറിയിരിക്കും കേട്ടോ ഈ ഒരു മുടിയുടെ സെറ്റപ്പ് കണ്ടാണോ അപ്പ? ഗൈസ് നോക്കൂ, നല്ല കിടിലം മുടിയാണ് കേട്ടോ. പിന്നെ അവർ കെയറും ചെയ്യുന്നുണ്ട്. മുടി വളർന്നു വിചാരിച്ച് മുടി നോക്കാതിരുന്നിട്ടും കാര്യമില്ല. അതിനനുസരിച്ച് നമ്മൾ മുടീനെ നോക്കുകയും കൂടി ചെയ്യണം. കറക്റ്റ് ഈ സംഭവം ഇതെങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടത് അതൊന്ന് പറഞ്ഞു തരാമോ ചേട്ടാ? ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്? ഈ എണ്ണ ആദിവാസി ഹെർബൽ എണ്ണയാണ്. ഈ എണ്ണ ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ് എങ്ങനെ വരുമ്പോൾ രാത്രി കിടക്കുന്ന ടൈം 1 മുതൽ 2 അടുപ്പ് എണ്ണ എടുക്കാം. ഞങ്ങൾ സാധാരണ വെളിച്ചെണ്ണ ഏത് രീതിയിൽ നമുക്ക് തലക്ക് തേക്കും ആ രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. രാവിലെ വെച്ച് കുളിക്കുന്ന ടൈമില് നിങ്ങൾ റെഗുലർ ആയിട്ട് തേക്കണ സോപ്പോ ഷാമ്പോ കാളിയോ ചെമ്പത്തിയോ എന്തെങ്കിലും ഇട്ട് കുളിക്കുക. ആഴ്ചയില് 2 ദിവസം പെൺപിള്ളേർക്ക് തേക്കണം, ആഴ്ചയില് 3 ദിവസം ആൺപിള്ളേർക്ക് തേക്കണം. അങ്ങനെ 3 മുതൽ 4-5 മാസം അടുപ്പിച്ച് തേക്കാൽ മുടിന്റെ പ്രോബ്ലം ഒക്കെ മാറും. മുടി ഊറാത്തിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുടിക്ക് ബലം കിട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊറാത്തെ പൊട്ടാത്തെ കൊയ്ച്ചലില്ലാത്ത മുടി നിൽക്കും. കൊച്ചു മക്കളെ പോലും തേക്കാൻ സൈഡ് എഫക്റ്റ് ഇല്ല. സാർ ഇത് പറഞ്ഞാൽ മാക്സിമം ഒരു 1-2 വയസ്സ് വരെ പിടിച്ചിട്ട് നമുക്ക് 50-60 വയസ്സ് വരെ യൂസ് ചെയ്യാം. ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. ഇത് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. നല്ല റിസൾട്ടാണ് സാർ. പണ്ട് കാലങ്ങളിൽ ചെമ്പരത്തിയിട്ട് എണ്ണ താളിക്കുക അല്ലെങ്കിൽ കാച്ചുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ആ സംഭവം, അതായത് ഈ കാണുന്ന ഈ സാധനം
ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. റിസൾട്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറും ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ളവർ മേടിക്കുക. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഇതിപ്പം ഇത് താല്പര്യമില്ല പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ആവശ്യകത ഉണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള എഫേർട്ട് ഇട്ടാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. അല്ലാതെ ഞാൻ മേടിച്ചു ഒരു മാസം തേച്ചു അതെനിക്ക് റിസൾട്ട് കിട്ടില്ല, അത് പറ്റിപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കൊല്ലെങ്കിലും നിങ്ങൾ കാത്തുനിന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് എന്നിട്ട് നമ്മൾ നോക്കുക. അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പം താല്പര്യമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും, എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രോ ഏരിയയിൽ ഇത്ര ആൾക്കാർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നത്, എനിക്ക് കണ്ടിട്ടൊക്കെ അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇത്ര ഒരു സെറ്റപ്പിൽ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ തൊട്ട് ഫ്രണ്ട് റിസൾട്ട് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് റിസൾട്ട് കാണാനുണ്ട്. അപ്പം ഇത്രയും പേര് ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പം എന്തായാലും ഒരു കാര്യമില്ല, എന്തായാലും ഇത് ഉപയോഗിക്കത്തില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 ബോട്ടിൽ ഇന്ന് കൊണ്ടുപോകും. ഞങ്ങൾ ഒന്ന് തേച്ച് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിരിക്കും. യൂറോപ്യൻ ട്രിപ്പിലൊക്കെ ഇനി ചെല്ലുമ്പോ ഇത് മേടിച്ചോണ്ട് പോലും ഇവനെ അല്ലേ ഗൈസ്. അപ്പം ഇത്രയും പേരെ കൊടുത്ത് എന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പൊടിയുള്ള ചേച്ചിമാരെ കാണാൻ പറ്റിയാൽ ഒരുപാട് അത്ഭുതമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ തായ്ലൻഡിലൊക്കെ പോയപ്പം നെഗ് ഇങ്ങനെ റിങ് ഇട്ടാക്കുന്ന ആ ഒരു വില്ലേജിലൊക്കെ പോയപ്പോൾ അതിനൊരു ടൂറിസമായിട്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ലോകത്തിലെ തന്നെ ഒരു റെയർ ആയിട്ടുള്ള സംഭവമാണ്. ഈ സംഭവം നമുക്ക് ലോകത്തോട് ചെന്നാൽ കാണാൻ പറ്റില്ല. എന്തായാലും ഇവിടെ വരാൻ പറ്റി, ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ബോട്ടിൽ മേടിക്കുക. ഇതിന് 1500 രൂപയാണ് വില. അപ്പോൾ ഇതിനുള്ള നമ്പറും ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണം, താല്പര്യമുള്ളവരെ മേടിക്കാവുള്ളൂ. ഇത് ആവശ്യകത ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ മേടിക്കാവുള്ളൂ. അല്ലാതെ മേടിച്ച് അനാശയെ കളയുകയും ചെയ്യരുത്. പിന്നെ ഒരാഴ്ച ഇത് 4 തവണ പറ്റുന്നതാണ് ഇദ്ദേഹം പറഞ്ഞത്. ആഴ്ചക്ക് 4 ദിവസം. ഫസ്റ്റ് 3 ഡേയ്സ് നമുക്ക് 3 ദിവസം കണ്ടിന്യൂവിന് ഡെയിലി യൂസ് ചെയ്യണം. 3 ദിവസം ഡെയിലി യൂസ് ചെയ്യണം. 3ാമത്തെ ദിവസം ആഴ്ചക്ക് 4 ദിവസം നമുക്ക് രാത്രി പെരട്ടണം, രാവിലെ കൈകി എടുക്കണം. പിന്നെ പകൽ പെരട്ടരുത്. പകൽ പെരട്ടിട്ട് നമ്മൾ പുറത്തൊക്കെ ഓഫീസ് ഡ്യൂട്ടി ഒക്കെ പോയാൽ ഈ മണ്ണ് ധൂള് പൊടിയൊക്കെ കയറും. ഇത് ഏതാണ്ട് വർഷങ്ങൾ 1958 കാലഘട്ടം മുതൽ ഇവർ ഇത് ചെയ്തു തുടങ്ങിയ റിസൾട്ട് ഉള്ളതാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ കാണുന്ന മുടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പണ്ട് കാലത്ത് ആദിവാസികളായിരുന്നു. ഇവർ കാറ്റിൽ നിന്നുള്ള പക്ഷി അങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ പിടിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരുടെ മൂപ്പന്മാരുടെ കാലം മുതൽ ഇവർ ഈ കാണുന്ന മുടികൾ, അതായത് ഇവർ കാച്ചി എണ്ണയൊക്കെ ഉണ്ട്, അങ്ങനെ നല്ല രീതിയിൽ മുടി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ മുടി കണ്ട് പല ബിസിനസ്സുകാരും പുറം രാജ്യങ്ങളിൽ ബിസിനസ് പഠിച്ചു വന്നിട്ട് പിന്നെ വിഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ മുടികൾ കട്ട് ചെയ്ത് നല്ല പൈസയ്ക്ക് മേടിക്കാൻ തുടങ്ങി. പിന്നെ സിനിമാ നടിമാർ അതുപോലുള്ള ആൾക്കാർ ഇത് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് മേടിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് ഇവർ ഈ ഒരു ഓയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പം എത്ര വർഷം ഈ ഒരു സംഭവം തുടങ്ങിയിട്ട്? സർ മാക്സിമം ഇത് പറഞ്ഞാൽ പരമ്പരയായിട്ട് 50-60 വരെ കൊല്ലം വരെ സർവീസ് ഉണ്ടാകും. ഇത് ഒക്കെ വിറ്റിട്ടുണ്ടാകും. അപ്പം ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നില്ല. ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ സാർ നമുക്ക് നെറ്റ് എപ്പോഴത്തെ നമുക്ക് വീസി ആയോ അന്നത്തെ കുറച്ച് ഇത് പരമാവധി ഞാനൊരു കാര്യം പറയാം. പരമാവധി ഹസനി വന്നാലും ഞാൻ ഈ കാണിച്ച നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുക. കാരണം പല രീതിയിലുള്ള സംഭവങ്ങൾ, പല സെറ്റപ്പ് ഉണ്ട്. അപ്പം കുറച്ചും കൂടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പിന്നെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേടിക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ പല രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. എങ്കിൽ ഇത് ശ്രമിച്ചു നോക്കി. ഇതിപ്പോൾ റിസൾട്ടുള്ള കേസാണ്. എന്തായാലും ഞാൻ ഇത്രയും കാര്യം, അതെ റിസൾട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് അല്ലേ? ഗൈസ് അതാണ് അപ്പനും അഭിരാമിയാണെന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണെന്നും പറഞ്ഞ് പല വെബ്സൈറ്റുകളിൽ ഈ സാധനം വിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പൈസ കുറച്ചും പിന്നെ അതേപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ പല രീതിയിലും ഈ സംഭവം പല ആഫ്റ്റർ മാർക്കറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവരുടെ അടുത്ത് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ആ ലിങ്കും ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് മേടിക്കാൻ ശ്രമിക്കുക. എങ്കിലേ കറക്റ്റ് ആ സാധനം കിട്ടത്തുള്ളൂ. ഇനി ഏത് സാധനം പറഞ്ഞാലും അതിൻ്റെ അപരം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനും അപരന്മാരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ.